കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര മഹാക്ഷേത്രത്തിലെ ഉത്രട്ടാതി മഹോത്സവം അതിഭംഗിയായ രീതിയിലൂടെ പുരോഗമിക്കുകയാണ്. 6ാമത്തെ ദിനമാണിന്ന്. ഈ 5 ദിവസവും വളരെ ഭംഗിയായി പൂജാതി കർമ്മങ്ങളും അന്നദാനവും എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് തന്നെ നടക്കുകയാണ്. ഇന്ന് 6ാമത്തെ ദിവസമാണ്. വളരെ ഭംഗിയായി തന്നെ നന്നായി തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ വിനായക അജിത് കുമാർ അണ്ണനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകില്ല. ക്ഷേത്രത്തിലെ 3 നേരം അന്നദാനം അത് തന്നെ ഒരു വലിയ സംരംഭമാണ്. ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് തൃപ്തിയടഞ്ഞ് കണ്ടുപോകുന്നവർ അന്നദാനം 3 നേരം വയറ് നിറച്ച് കഴിച്ച് അത് കൊണ്ടുപോയി കഴിക്കുന്നവരും അല്ലാത്തവരുമായവരെല്ലാവരും വളരെ അങ്ങേയറ്റം അനുഗ്രഹീതരാണ് എന്നുള്ളത് പ്രത്യേകം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചുറ്റുവട്ടമുള്ളത് ഒരു ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള അന്നദാനത്തിൻ്റെ ഒരു കർമ്മങ്ങളും എങ്ങും നടന്ന് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ ഭക്തജനങ്ങളും വന്ന് വളരെ ഭംഗിയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ പങ്കാളികളാവുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംരംഭം തന്നെയാണ്. ഈ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ അധികം പുരോഗമിക്കുകയാണ്. അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾക്കായി എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും നിസ്സീമമായ സഹകരണങ്ങൾ വേണമെന്ന് ഞങ്ങൾ അങ്ങേയറ്റം അപേക്ഷിക്കുകയാണ്. എല്ലാവരുടെയും എല്ലാ സഹായ സഹകരണവും ഉണ്ടാകട്ടെ എന്നും ഞങ്ങളുടെ ക്ഷേത്ര കമ്മിറ്റി ഉപദേശക സമിതി അംഗങ്ങളായ ശ്രീ രാജേഷ് ബാബു, ശ്രീ സുനിൽ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ ചേട്ടൻ, ശ്രീ സുരേഷ്, മറ്റേ നെടുവത്തൂർ സുരേഷ്, എല്ലാവരും ഇതിനകത്ത് ഇതിനോടൊപ്പം നിന്ന് മനസ്സറിഞ്ഞ് അങ്ങേയറ്റം പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നു എന്നുള്ളത് അങ്ങേയറ്റം വളരെയധികം സന്തോഷകരമായൊരു കാര്യമാണ്. എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാ ആശീർവാദങ്ങളും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാദേവൻ്റെ നാമത്തിൽ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്രട്ടാതി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് 6ാം ഉത്സവമാണ്. ഇവിടെ അന്നദാനം തുടങ്ങാനായി പോവുകയാണ്. ഇത്ര ദിവസങ്ങളിലും ഉത്സവബലിയും മറ്റു കർമ്മങ്ങളും എല്ലാം ഉത്സവ സംബന്ധമായ കർമ്മങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടന്നു. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു. എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു. ഇനിയും ബാക്കി ദിവസങ്ങളും കൂടെ ഇതുപോലെ നന്നായിട്ട് പോകട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. ഭഗവാൻ അതിനുള്ള എല്ലാ അനുഗ്രഹവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തെക്കൻ കേരളത്തിലെ ഏറ്റവും പുണ്യപുരാതനമായ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ശ്രീ മഹാദേവ ക്ഷേത്രം. ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ മീനത്തിലെ ഉത്രട്ടാതിയാണ് വിശേഷം. മീനത്തിലെ ഉത്രട്ടാതി മഹോത്സവം കൊടിയേറി ഇന്ന് 5ാം ദിവസം പിന്നിടുകയാണ്. നമുക്കറിയാം ഇവിടുത്തെ പൂജകൾ 3 ദിവസത്തെ ഉത്സവബലി, അങ്ങനെ ഏറ്റവും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 3 ദിവസത്തെ ഉത്സവബലി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. അത് 3 ദിവസത്തെ ഉത്സവബലി എന്ന് പറയുന്നത് മഹാക്ഷേത്രങ്ങളിലാണ് അത് നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാതി കാര്യങ്ങൾ, പൂജാതി കർമ്മങ്ങൾ, പ്രദോഷം, തിരുവാതിര എന്നിവയെല്ലാം വളരെ മഹത്തരമായി ആഘോഷിക്കപ്പെടുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഉത്സവം. ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ വരുന്ന ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ്. സ്വർണ്ണക്കൊടിമരമാണ് ഈ ദേശക്കാർക്ക്, ഈ കൊട്ടാരക്കര, കൊല്ലം, തിരുവനന്തപുരം തെക്കൻ മേഖലയിലുള്ളവർക്കെല്ലാം ഒരു പ്രത്യേക അനുഭൂതി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായതുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനെ മഹാസദ്യ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരിടത്തും നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത് ചെയ്യുവാൻ വളരെ പാടാണ്. കാരണം രാവിലെ ഈ ക്ഷേത്രത്തിൽ വരുന്ന 5 മണിക്ക് നിർമ്മാല്യ ദർശനത്തിന് വരുന്ന ആളുകൾ, നൂറുകണക്കിന് ആളുകൾ, അവർക്കെല്ലാം രാവിലെ
വിഭവസമൃദ്ധമായ രീതിയിലുള്ള കാപ്പി, അവർക്ക് ഇലയിട്ട് വിളമ്പുന്നതിന് പ്രത്യേകം സംവിധാനം. ഈ സംവിധാനത്തിൽ രാവിലെ കാപ്പി, അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ സദ്യ, 2 കൂട്ടം പായസം ഉൾപ്പെടെ ഇലയിട്ട് അതിന് വിളമ്പുന്നതിന് പ്രത്യേകം വനിതകളുടെ ഒരു 50-ൽ പരം വനിതകളുടെ ഒരു വിളമ്പുന്ന അതിനുള്ള ക്രമീകരണങ്ങൾ. അതുപോലെ തന്നെ ഈ ക്ഷേത്ര തിരുമുറ്റത്ത് 2 സദ്യാലയമാണ്. ഒന്ന് കാപ്പി കൊടുക്കുന്നതിന്, ഒന്ന് സദ്യ കൊടുക്കുന്നതിന്, ഉച്ചയ്ക്കുള്ള സദ്യ. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കൊട്ടാരക്കരയിലെ ഒരു പ്രധാന ഓഡിറ്റോറിയമായ സൗവർണി ഓഡിറ്റോറിയം, അതിൻ്റെ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മതിൽ പൊളിച്ച് അവിടെ 500 പേർക്ക്, അതായത് 500 പേർക്കെന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 പന്തിയോളം അവിടെ തന്നെ സദ്യ നടക്കുന്നുണ്ട്. അതും ഇലയിട്ട് വിഭവസമൃദ്ധമായ രീതിയിലാണ് അവിടെയും നടക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഇന്ന് 5 ദിവസമായി ഇന്ന് വരെ വരുന്ന ജനങ്ങൾ, അതായത് ഇങ്ങനെ ഒഴുകി എത്തുകയാണ്. അത് വന്ന് ഇവിടെ ക്യൂ നിൽക്കുമല്ല, വരുന്ന ജനം 3 വഴിയിലൂടെയും വരുന്ന ആളുകൾ വന്നിരുന്ന് കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു തിക്കും തിരക്കിൻ്റെ ആയിട്ടുള്ളൊരു സംവിധാനം നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. വരുന്ന ആളുകൾക്ക് മുഴുവൻ കഴിക്കാൻ തക്ക തരത്തിലുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണ്. അതുപോലെ 2 പാചകപ്പര, കാപ്പി വയ്ക്കുന്നതിന് പ്രത്യേകം, അതുപോലെ തന്നെ മഹാസദ്യ വയ്ക്കുന്നതിന് പ്രത്യേകം. പക്ഷേ ഇതിനെല്ലാം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാദേവൻ്റെ ഒരു ശക്തി ഇതിനെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഉപദേശസമിതിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ശ്രീ വിനായക അജിത് കുമാറിൻ്റെ ഒരു ചൈതന്യം ഈ ക്ഷേത്രത്തിൽ വരുന്ന ഓരോരുത്തർക്കും അത് അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ എല്ലാം ഒരു പങ്കാളിത്തമാണ് ഇവിടെ കാണുന്ന ഒരു ജനസമുദ്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഭക്ഷണം കഴിക്കാതെ ഒരാൾ പോലും പോകരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം, അതാണ് നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണത്തിലും ഉച്ചയ്ക്ക് ഇവിടെ നടക്കുന്ന മഹാസദ്യയിലും വൈകിട്ട് നടക്കുന്ന കാപ്പി എന്നൊക്കെ പറയുമ്പോൾ അത് വിശാലമായ രീതിയിലാണ്, വിശിഷ്ടമായ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ ജനപങ്കാളിത്തം. അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞുള്ള, ഇവിടെ സ്വർണ്ണക്കൊടിമരം നമുക്കൊരിക്കലും ദർശിക്കാൻ കഴിയാത്ത തരത്തിൽ, നമുക്കൊരിക്കലും ഈ പുതിയ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള രീതിയിലുള്ള ക്രമീകരണമാണ്. അതുമാത്രമല്ല 5.5 കോടി രൂപ ഇന്നത്തെ ഈ കാലയളവിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിന് അദ്ദേഹം തന്നെ വിനായക അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ അത് ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ ജൂൺ ജൂലൈ മാസത്തിൽ നടത്തണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഈ നാട്ടുകാരുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുക.